ങ്ങളൊക്കെ ശപിച്ചിട്ടുണ്ടോ? ഇബ്നു മസ്ഊദിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഈ പെണ്ണ് ചോദിക്കാൻ, നിങ്ങൾ ഇന്ന ടീമിനൊക്കെ നിങ്ങൾ ശപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, വമാലി അൽ അന മല്ല അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചവരെ എനിക്ക് എന്തുകൊണ്ട് ശപിച്ചുകൂടാ? അപ്പോ ഈ സഹോദരി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവോട് പറയാ, അള്ളാന്റെ ഖുർആൻ മുഴുവനും ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞാനതിൽ കണ്ടിട്ടില്ലല്ലോ. ഉടനെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, ലഇൻ ഖറഅതി, മുന്നിൽ നിൽക്കുന്ന പെണ്ണേ, നീ എങ്ങാനും ഖുർആനൊന്ന് ശരിക്ക് വായിച്ചിരുന്നുവെങ്കിൽ വജത്തി, നിനക്ക് ആ ഖുർആനിൽ കാണാൻ പറ്റുമായിരുന്നു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ, അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുവന്നതൊക്കെയും നിങ്ങൾ സ്വീകരിച്ചോ, ആ റസൂലുള്ള വിരോധിച്ചതൊക്കെയും നിങ്ങൾ വിഭാടനം ചെയ്തോ എന്ന ആയത്ത് നീ ഓതിയിട്ടുണ്ട് പെണ്ണേ. അല്ലാഹുവിന്റെ ഹബീബ് വിരോധിച്ചതല്ലേ ഇത്? അല്ലാഹുവിന്റെ ഹബീബ് വിരോധിച്ചതല്ലേ പുരികം പ്ലക്ക് ചെയ്യുന്നത്, പല്ല് രാഗമിനിക്കുന്നത്, കയ്യിൽ പച്ചകുത്തുന്നത്, ശരീരത്തിൽ പച്ചകുത്തുന്നത്, പച്ചകുത്താൻ ആവശ്യപ്പെടുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ സഹോദരിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. അപ്പൊ അള്ളാന്റെ റസൂലിനെ നമ്മൾ അനുസരിക്കണം. മാത്രല്ല അള്ളാഹുവിനെ നമ്മൾ എങ്ങനെ ആരാധിക്കേണ്ട? മൂന്നാമത്തെ റസൂലുള്ളാഹിനോടുള്ള ബാധ്യത എന്താ? അള്ളാഹുവിന്റെ റസൂല് ശറആക്കി തന്ന രൂപത്തിൽ അള്ളാഹനെ ആരാധിക്കുക. ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക വേണം. എങ്ങനെയാ നിസ്കരിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, സല്ലൂ കമാ റഅയ്തുമൂനി യുസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടോ, നിങ്ങൾ എങ്ങനെ നിസ്കരിക്കണമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത്? ഖുദൂ അന്നീ മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണേ. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഈ റസൂലുള്ള നമ്മളെ പഠിപ്പിച്ചില്ലേ? അങ്ങതാ ഹജ്ജത്തുൽ വിദാഇൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രസംഗം പ്രസംഗിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലേ ആകാശത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പറയുന്നു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ആകാശത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ലോകത്തിന്റെ നേതാവിന്റെ കണ്ടടങ്ങളിൽ നിന്ന് കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുകയല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയല്ലേ? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരയുകയല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നിതാ ഈ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഇനിയൊന്നും ഇതിൽ കൂട്ടാനില്ല, ഇനിയൊന്നും ഇതിൽ നിന്ന് കുറക്കാനുമില്ല. സ്വർഗത്തിലേക്ക് എത്താനുള്ള എല്ലാ വഴികളും ഇതിലുണ്ട്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും ഇതിലുണ്ട്. ഈ ആയത്ത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലിന്റെ അരിമ ശിഷ്യനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നാരമോനായ മദ്ഹബിന്റെ ഇമാമായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹ്, അദ്ദേഹം ഈ ആയത്ത് മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ദീനല്ലാത്തതൊന്നും ഇന്ന് ദീനാകാൻ പാടില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹ് മദീന മുനവ്വറയിലെ മുഫ്തിയായിരുന്ന, ലോകത്തുള്ള അഗ്രേസരന്മാരായ പണ്ഡിതന്മാരാൽ ആദരിക്കപ്പെട്ട, ലോകത്തിന് മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥം പരിചയപ്പെടുത്തിയ, ലക്ഷക്കണക്കിന് വരുന്ന ഹദീസുകൾ മനഃപ്പാഠമാക്കിയ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, എന്താണ് പറഞ്ഞതെന്നറിയോ? ഫലാ യകൂനൽ യൗമ ദീനൻ, ഫലാ യകൂനൽ യൗമ ദീനൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ദീനല്ലാത്തതൊന്നും ഇന്ന് ദീനാകാൻ പറ്റൂല. റസൂലുള്ളാഹിന്റെ കാലത്ത് ജന്മദിനാഘോഷമുണ്ടോ? റസൂലുള്ളാഹിന്റെ കാലത്ത് ജന്മദിനാഘോഷം
ദീനാണോ? അല്ല. അതുകൊണ്ട് ഇന്നും അത് ദീനാകാൻ പാടില്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലല് ദീനാണോ? അല്ല. അതുകൊണ്ട് ഇന്നും അത് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് മരിച്ച വീട്ടിൽ 3 കഴിക്കലുണ്ടോ? അന്ന് ദീനാണോ? അല്ല. അതുകൊണ്ട് ഇന്നും ദീനാകാൻ പാടില്ല. മരിച്ച വീട്ടിൽ 40 കഴിക്കൽ അന്ന് ദീനാണോ? അല്ല. അതുകൊണ്ട് ഇന്നും ദീനാകാൻ പാടില്ല. മരിച്ച വീട്ടിൽ ആണ്ട് കഴിക്കൽ അന്ന് ദീനാണോ? അല്ല. അതുകൊണ്ട് ഇന്നും അത് ദീനാകാൻ പാടില്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് സുബഹിക്ക് പ്രത്യേകമായ ഖുനൂത്ത് ദീനാണോ? അല്ല. അതുകൊണ്ട് ഇന്നും അത് ദീനാകാൻ പാടില്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് തൽക്കീൻ ചൊല്ലൽ ദീനാണോ? അല്ല. അതുകൊണ്ട് ഇന്നും അത് ദീനാകാൻ പാടില്ല. ഇസ്ലാമിന്റെ ഏത് വിഷയങ്ങളെടുത്ത് പരിശോധിച്ചാലും ഹബീബിന്റെ കാലത്ത് ദീനാണോ? ഹബീബിന്റെ കാലത്ത് മതമാണോ? എങ്കിൽ ഇന്നും അത് മതമാ, ഒരു സംശയമില്ല. ഫമാലം യകുൻ യൗമഇദിൻ ദീനൻ ഫലാ യകൂനൽ യൗമ ദീന. റസൂലുള്ളാഹിന്റെ കാലത്ത് ദീനാണോ? ഇന്നും ദീന. ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ ഒരു വിഭാഗം ആളുകൾ സലഫി പ്രവർത്തകന്മാരെ വിമർശിക്കുന്നത് ഇവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ട ചില വസ്തുതകളുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കേണ്ടത് എങ്ങനെ? 3 കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായി നമ്മൾ പറഞ്ഞു. ഈ 3 കാര്യങ്ങളും നമ്മൾ നിർവഹിക്കുന്നുവെങ്കിൽ നമ്മൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവരാണ്. അവിടെ നമുക്ക് വിശുദ്ധ ഖുർആൻ പറയാൻ, ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണേ. അപ്പൊ യഥാർത്ഥത്തിൽ സ്നേഹം പരിപൂർത്തീകരിക്കപ്പെടുന്നത് എങ്ങനെയാ? അനുസരണത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഇമാം സാവിയെ പോലെയുള്ള പണ്ഡിതന്മാര് പറഞ്ഞത്, തഅസില്ലാഹ വ അൻത തുൽഹിറു ഹുബ്ബഹു ഹാദാലി അംരി ഫിൽ ഖിയാസി ബദീഉ ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. നിന്റെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവനെ നീ അനുസരിച്ചിരിക്കും. നമ്മളൊക്കെ എന്താ പറയാ, ഉമ്മാനെ വലിയ ഇഷ്ടാണ്, ഉമ്മാനെ വലിയ ഇഷ്ടാന്ന് ഞാൻ നിങ്ങളൊക്കെ പറയും. ഉമ്മാനെ അനുസരിക്കുന്നില്ലെങ്കിലോ ആ ഇഷ്ടം ശരിയാകോ? ഇല്ല. എല്ലാരും പറയും ഞങ്ങൾക്ക് റസൂലുള്ളാഹിനോട് വലിയ പിരിശാണ്, വലിയ സ്നേഹാണ്. എടേ പള്ളി ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കും, നാട് നീളെ ബാൻഡ് വാദ്യങ്ങൾ, റോഡ് മുഴുവനും ബ്ലോക്കാക്കി റാലികൾ നടത്തി റസൂലുള്ളാഹിനെ സ്നേഹിക്കും. ഇങ്ങനൊരു സ്നേഹപ്രകടനം ഇസ്ലാമികമാണോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. റസൂലുള്ളാഹി പറയാ, റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കണം, റസൂലുള്ളാഹിനെ നമ്മൾ ആദരിക്കണം, റസൂലുള്ളാഹിനെ നമ്മൾ ബഹുമാനിക്കണം. എങ്ങനെ സ്നേഹിക്കണം? എങ്ങനെ സ്നേഹിക്കണം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹിച്ചതുപോലെ, അബൂജഹൽ സ്നേഹിച്ചതുപോലെയല്ല, അബൂ താലിബ് സ്നേഹിച്ചതുപോലെയല്ല, എളാപ്പ സ്നേഹിച്ചതുപോലെയല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ അനുചരന്മാര് സ്നേഹിച്ചതുപോലെ എനിക്കും നിങ്ങൾക്കുമൊക്കെ സ്നേഹിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബിയായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, ഹജ്ജിനും ഉംറക്കൊക്കെ പോയ ആളുകൾക്ക് കാണാൻ പറ്റും ഉഹദിന്റെ രണാങ്കണം, ഉഹദ് നടന്ന ആ ഭാഗം കാണാൻ പറ്റും. അവിടെ ചെറിയ മതിലുകൊണ്ട് ഇങ്ങനെ മറച്ചിട്ടുണ്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ വഫാത്തായ സ്വഹാബിമാരുടെ ഖബറുകൾ. സുബ്ഹാനല്ലാഹ്. ഉഹദിന്റെ രണാങ്കണത്തിൽ റസൂലുള്ളാഹിയും ശത്രുക്കളും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ആദ്യം മുസ്ലിങ്ങൾക്ക് വിജയമായിരുന്നു, രണ്ടാമത് പരാജയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ വീഴാൻ റസൂലുള്ളാഹിന്റെ കാല് പൊട്ടി, റസൂലുള്ളാഹിന്റെ മുൻപല്ല് പൊട്ടി. ഇത് കാണേണ്ട താമസം ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ചാടി ഇറങ്ങിയ കുഴിയിലേക്ക് ചാടി ഇറങ്ങിയിട്ട് റസൂലുള്ളാഹിന്റെ നേരെ ഷോൾഡർ കാണിച്ചിട്ട് പറയാ, ഹബീബേ ഈ ഷോൾഡർ കയറിയിട്ടൊന്ന് രക്ഷപ്പെടണം.
റസൂലുള്ളാഹിന്റെ ഷോൾഡറിൽ കയറി രക്ഷപ്പെടുമ്പോ ഹബീബായ റസൂലുള്ളാഹി തിരിച്ചു ചോദിക്കുക, ത്വൽഹ നീ എങ്ങനെ രക്ഷപ്പെടുക? നിങ്ങൾ നോക്ക്, അനുജന്മാരെ ഇത്രയധികം സ്നേഹിച്ചൊരു നേതാവിനെ ലോകത്തിന്റെ ചരിത്രത്തിൽ ആർക്കെങ്കിലും വായിച്ചെടുക്കാൻ പറ്റുമോ? ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വളരെ പെട്ടെന്ന് കയറണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദിന്റെ രണാങ്കണത്തിൽ പൊട്ടക്കയത്തിൽ നിന്ന് കയറിയപ്പോ ഹബീബായ റസൂലുള്ളാഹിന്റെ നേരെ ശത്രുക്കളതാ വാളുമായി വരികയല്ലേ. റസൂലുള്ളാഹിന്റെ നേരെ വാൾമുനകളുമായി അമ്പുകളുമായി ശത്രുക്കൾ ഇങ്ങനെ വരിക. ത്വൽഹ റളിയല്ലാഹു അൻഹു കയറി അങ്ങോട്ട് ചെന്നിട്ട് റസൂലുള്ളാഹിന്റെ നേരെ വരുന്ന അമ്പുകൾക്ക് മുമ്പിൽ പരിചയായി നിവർന്നു നിന്നു. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിന്റെ നേരെ വരുന്ന വാൾത്തലപ്പുകൾ കൈകളെ കൊണ്ട് തടുത്തു. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നപ്പോ 80ഓളം വരുന്ന വലിയ മുറിവുകൾ ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആ ശരീരത്തിൽ ചോദിച്ചു ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട്, ത്വൽഹ ഓരോ അമ്പ് വരുമ്പോഴും മാറണമെന്ന് തോന്നിയില്ല ത്വൽഹ എന്ന് ചോദിച്ചു. ത്വൽഹ റളിയല്ലാഹു അൻഹു പറയാൻ, അല്ലാഹുവിന്റെ റസൂലേ, ഞാനെങ്ങാനും മാറിയാൽ ആ മാറിടത്തിലെ ഒന്ന് തറക്കുന്നത് ഈ ത്വൽഹത്തിന് സഹിക്കാൻ കഴിയില്ല റസൂലേ. യാ റസൂലല്ലാഹ്, ഈ ത്വൽഹത്തിന് സഹിക്കാനത് കഴിയില്ല ഹബീബേ, ഈ ത്വൽഹത്തിനത് സഹിക്കാൻ കഴിയില്ല ഹബീബേ. അല്ലാഹുവിന്റെ റസൂലിനെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ചവരല്ലേ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ, സ്വഹാബിമാർ. അവർക്കൊന്നും ഇല്ലാത്തൊരു സ്നേഹം നമുക്ക് വേണ്ട. ഇങ്ങോട്ട് നോക്ക്, അവർക്കൊന്നും ഇല്ലാത്തൊരു സ്നേഹപ്രകടനം. അതല്ല റസൂലുള്ളാഹി പറഞ്ഞത്. റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് ജീവിതം കൊണ്ട് വ്യാഖ്യാനം നൽകിക്കൊണ്ടാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ റബീഉൽ അവ്വൽ 12-നാണല്ലോ ജന്മദിനാഘോഷം നടത്തല്. സത്യം പറഞ്ഞാൽ റബീഉൽ അവ്വൽ 12-ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ജനിച്ച ദിവസമാണെന്ന് പറയാൻ അടിസ്ഥാനപരമായി ഒരു രേഖയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ജനിച്ച ദിവസത്തിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസമാണ്. എന്നാൽ ലോകത്ത് എല്ലാ മനുഷ്യരും ഏകോപിച്ച് പറയുന്നൊരു വിഷയമുണ്ട്. എല്ലാവരും ഏകോപിച്ച് അഭിപ്രായം പറയുന്ന ഒരു മേഖലയുണ്ട്. അതേതാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് അത് റബീഉൽ അവ്വൽ 12-ന് തന്നെ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ജനിച്ച വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കേരളത്തിലെ അറിയപ്പെട്ട ഒരു പുസ്തകമാണ് കർമ്മശാസ്ത്ര സരണി, സുന്നി പബ്ലിക്കേഷൻ സെന്റർ, ചെമ്മാട്. അതിൽ പറഞ്ഞ ഭാഗം എന്താ അറിയോ? റബീഉൽ അവ്വൽ 8-ന് തിങ്കളാഴ്ച രാവ് പകുതിയായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിച്ചു. റബീഉൽ അവ്വൽ 2-ാം രാവിലാണെന്നും, ശ്രദ്ധിക്കണേ, റബീഉൽ അവ്വൽ 2-ാം രാവിലാണെന്നും 10-ാം രാവിലാണെന്നും 12-ലാണെന്നും 17-ലാണെന്നും 18-ലാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. 8 അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു, 5 അഭിപ്രായ വ്യത്യാസങ്ങൾ. ഏത്? റസൂലുള്ളാഹി ജനിച്ച വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി മാത്രല്ല, ബാഗ്ദാദിലെ കണ്ണീർ പൂക്കൾ എന്ന ബഷീർ ചീക്കോന്നിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് എന്തറിയോ? മുസഫർ രാജാവിന്റെ നബിദിനാഘോഷം പ്രസിദ്ധമാണ്. ഒരു കൊല്ലം റബീഉൽ അവ്വൽ 12-ന് ആഘോഷം സംഘടിപ്പിച്ചാൽ അടുത്ത കൊല്ലം ആ മാസം 8-നാണ് അദ്ദേഹം നബിദിനം കൊണ്ടാടിയിരുന്നത്. പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ ഭിന്നത കണക്കിലെടുത്തുകൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? എന്നാൽ റസൂലുള്ളാഹി വഫാത്തായ വിഷയത്തിൽ ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും ഏകോപിക്കുന്നു. ഇങ്ങോട്ട് നോക്കൂ, ലോകാനുഗ്രഹി എന്ന CCS മുന്നിയൂരിന്റെ പുസ്തകത്തിൽ പറയാൻ എന്താ പറഞ്ഞറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തിയതിനു ശേഷം പനി പിടിപെടുകയും ആ പനി കുറച്ചുനാൾ നീണ്ടു നിൽക്കുകയും ചെയ്തു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം കഠിനമാവുകയും സ്നേഹത്തിന്റെ നിറകുടങ്ങളായ പേരക്കിടാങ്ങളെ ചുടുചുംബനം പകർന്നുകൊണ്ട് ഒരു റബീഉൽ അവ്വൽ 12-ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു. മുജാഹിദിന്റെ പുസ്തകമല്ല, കേരളത്തിൽ അറിയപ്പെട്ട CCS മുന്നിയൂരിന്റെ പുസ്തകമാണ്. ഇനി മാത്രല്ല, പ്രവാചക പ്രേമവും പ്രകീർത്തനവും എന്ന KVK ബുഖാരിയുടെ പുസ്തകം. ഇതെന്തിനാ പറയണെന്നറിയോ? പ്രവാചകൻ ജനിച്ച ദിവസത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്, എന്നാൽ വഫാത്തായ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയില്ല. കേരളത്തിലെ സമസ്തക്കാരും അംഗീകരിക്കുന്ന വിഷയമാണ്. നിങ്ങൾ നോക്കൂ, KVK പ്രവാചക പ്രേമവും പ്രകീർത്തനവും എന്നുള്ള പുസ്തകത്തിൽ എന്താ പറഞ്ഞെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസുഖം മൂർച്ഛിച്ചു. 11-ാം വർഷം റബീഉൽ അവ്വൽ 12
പ്രഭാത സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. അപ്പൊ റബീഉൽ അവ്വൽ 12 എന്ത് ചെയ്തു? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്ന് എവിടെ പറയാണ്? ഇവിടെ കേരളത്തിൽ അറിയപ്പെട്ട സമസ്ത പണ്ഡിതന്മാരുടെ പുസ്തകത്തിൽ. ഇത് കേരളത്തിലെ സമസ്ത പള്ളികളിൽ നിന്ന് വെള്ളിയാഴ്ച ഓതുന്ന ഖുത്ബയാണിത്. കേരളത്തിലെ മുഴുവൻ പള്ളികളിലും ഏകദേശ പള്ളികളിലും ഇകെ വിഭാഗത്തിന്റെ പള്ളികളിലൊക്കെ ഓതുന്ന നുബാത്തിയ ഖുത്ബ, ഖുത്ബത്തുൻ നബാത്തത്തുൽ മുസ്രിയ. ഈ ഖുത്ബയിൽ റബീഉൽ അവ്വൽ മാസത്തിൽ ഓതുന്ന 5 ഖുത്ബ ഉണ്ട്. ഈ 5 ഖുത്ബകളിൽ ഒരൊറ്റ ഖുത്ബ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാമർശവുമില്ല. നിങ്ങൾക്ക് വിനയത്തോടുകൂടി എല്ലാ ആദരവും മുൻനിർത്തിക്കൊണ്ട് നിങ്ങളെ ഉസ്താദുമാരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. കേരളത്തിലെ വെള്ളിയാഴ്ച ഓതുന്ന റബീഉൽ അവ്വൽ മാസത്തിൽ ഓതുന്ന ഖുത്ബയല്ലേ, ആ ഖുത്ബയിൽ റസൂലുള്ളാഹിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടോ? ഒരു പരാമർശവും ഇല്ല. ഇനി മാത്രം പരാമർശം ഇല്ല എന്ന് മാത്രമല്ല, ഇനി ഇതിൽ എന്താ ഉള്ളെന്നറിയോ? റസൂലുള്ളാഹിന്റെ വഫാത്താണ് പറയുന്നത്. ഒന്നാമത്തെ ഖുത്ബ വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ഖുത്ബയോ അതും വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കൂ, ഈ ഖുത്ബയുടെ തുടക്കം എങ്ങനെയാണ്? ഖുത്ബ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒന്നാമത്തെ ഖുത്ബന്റെ 2-3 വരികൾ കഴിഞ്ഞിട്ട് പറയാ, വലഖദ് അതാഹു ഫീ മിസ്ലി ശഹരികും മാദാ മിൻ റുസുലി റബ്ബിഹിൽ കിറാം. ഇതേപോലത്തെ ഒരു റബീഉൽ അവ്വലിലാണ് ആദരണീയരായ ദൈവദൂതന്മാര് തിരുമേനിയുടെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി തിരുമേനിയെ സമീപിച്ചത്. അൽ മുബക്കലീന ബിഖബ്ദി നുഫൂസിൽ അനാം, മനുഷ്യരുടെ റൂഹിനെ പിടിക്കുന്ന മരണദൂതന്മാർ. വജദ്ദൂ ബിറൂഹിഹി സകിയതി ലിയുനക്കിലൂഹാ, തിരുമേനിയുടെ പരിശുദ്ധ റൂഹിനെ പിടിക്കാൻ അവർ ശ്രമം തുടങ്ങി. വആലജൂഹാ ലിയുറഹിലൂഹാ ഇലാ റഹ്മത്തിൻ വറിളവാൻ. അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാ റസൂലുള്ളാഹിന്റെ വഫാത്തിനെ പറ്റി പറയാൻ. വസ്തദ്ദലിദാലിക കർബുഹു വഅനീനുഹു, ലോകത്തിന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നാം ഏറെ സ്നേഹിക്കേണ്ട നബിതങ്ങളില്ലേ, ആ നബിതങ്ങൾ വേദന കൊണ്ട് പൊളയാൻ തുടങ്ങി. വേദന കൊണ്ട് കടിച്ചുറക്കിക്കൊണ്ട് റസൂലുള്ള വേദനിക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വിഷമങ്ങളും തേങ്ങലുകളും വന്നു. റസൂലുള്ളാഹിന്റെ ഇടതു വലതു കാലുകൾ നീട്ടാനും ചുരുക്കാനും തുടങ്ങി. വീഴ്ചയുടെ ഭീകരതയാൽ റസൂലുള്ളാഹിന്റെ നെറ്റിത്തടം വിയർത്തില്ലേ. ഹബീബിന്റെ ഈ കാഴ്ച കണ്ടവരൊക്കെ കരയുകയാ. റസൂലുള്ളാഹിന്റെ മരണത്തിന്റെ രംഗം കാണുന്നവരൊക്കെ കരയുകയാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, അതേ വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് ഓതുന്ന ഖുത്ബയിലുള്ള കാര്യങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഖുത്ബയുടെ രണ്ടാമത്തെ ഖുത്ബയിലെത്തിക്കഴിഞ്ഞാൽ പറയുന്നതെന്താ? വആദന റസൂലുള്ളാഹ് ബിൽ ഫിറാഖ്, ലോകത്തിന്റെ നേതാവ് എല്ലാവരോടും വിട പറയുകയാണ്. എല്ലാ സ്വഹാബിമാരോടും വിട ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട ഭാര്യമാരോട് വിട ചോദിക്കുകയാണ്. ഫനാദതുഹു ത്വാഹിറത്തുൽ ബത്തൂൽ ഫാത്തിമത്തു ഖിത്അത്ത് കബദി, എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ എന്ന് നബിതങ്ങൾ വിളിക്കുന്ന പൊന്നുമോളെ നബിതങ്ങൾ വിളിക്കുകയല്ലേ. ഉടനെ തന്നെ പൊന്നുമോള് ചോദിക്കുന്നു, വാ കർബാ ലികർബിക യാ അബാ, എന്തൊരു വേദനയാണ് വാപ്പ, എന്തൊരു പനിയാണ് വാപ്പ, എന്തൊരു ചൂടാണ് വാപ്പ, എന്തൊരു ചൂടാണ്, എന്തൊരു പനിയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്, എന്തൊരു വേദനയാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ പൊന്നുപോലെ ചാരത്തേക്ക് ചേർത്ത് പിടിക്കുന്നു. മാരോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നബിതങ്ങൾ എന്തോ ഒരു രഹസ്യം പറയുന്നു. പൊന്നാര മോള് പൊട്ടി പൊട്ടി കരയുകയല്ലേ. പിന്നെ മോളെ വീണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ടെന്തോ പറയുന്നു. പൊന്നുമോള് ചിരിക്കുകയല്ലേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചോദിച്ചു, ആ ഫാത്തിമ
നീ എന്തിനാ കരഞ്ഞത് പൊന്നുമോളെ എന്ന് ചോദിച്ചപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാ, എന്റെ വാപ്പ എന്നോട് പറഞ്ഞു, പൊന്നുമോളെ ഇനി വാപ്പാനെ കാണണമെന്നില്ല. വാപ്പാന്റെ മരണത്തിന് ദൂതന്മാര് വന്നു കഴിഞ്ഞു മോളെ എന്ന മരണത്തിന്റെ ധ്വനി സൂചിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞപ്പോ പൊന്നുമോള് പറയുന്നു, എനിക്ക് പിന്നെ സഹിക്കാൻ പറ്റിയില്ല, എന്റെ കണ്ണുനീര് വന്നുപോയി ഉമ്മാ. മോളെ നീ എന്തിനാ ചിരിച്ചതെന്ന് ചോദിച്ചപ്പോ ഫാത്തിമത്തു സുഹ്റാ പൊന്നാര ഉമ്മയോട് പറയുന്നു, ഉമ്മ എന്റെ പൊന്നുപ്പ എന്നോട് പറഞ്ഞു, ഫാത്തിമ ഞാനങ്ങ് ലോകത്തോട് വിട പറഞ്ഞാൽ എന്റെ അടുക്കലേക്ക് ആദ്യം വരുന്നത് പൊന്നാര മോളെ നീയാണ് ഫാത്തിമ എന്ന് വാപ്പയെന്ന് പറഞ്ഞപ്പോ എന്നോട് സന്തോഷിച്ചു പോയി. മാത്രമല്ല പൊന്നുമോളെ, നാളെ സ്വർഗത്തിലെ സ്ത്രീകളുടെ രാജ്ഞിയാണ് പൊന്നുമോളെ ഫാത്തിമ, നീ നാളെ സ്വർഗത്തിലെ രാജ്ഞിയാണെന്ന് പറഞ്ഞപ്പോ എന്നോട് സന്തോഷം കൊണ്ട് തിരിച്ചുപോയി ഉപ്പാ ഉമ്മാ എന്നുമ്മയോടങ്ങ് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി ആംഗ്യം കാണിക്കുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അറാഖിന്റെ കൊള്ളിയെടുത്ത് വായിലിട്ട് ചവച്ചിട്ട് പദം വരുത്തിയിട്ട് ഹബീബിന്റെ വായിലിട്ടിട്ട് റസൂലുള്ളാഹിന്റെ പല്ല് മിസ്വാക്ക് ചെയ്തു കൊടുക്കുന്നു. എന്നിട്ട് ഹബീബിനെ മടിയിൽ കടത്തുന്നു. ഹബീബ് പിന്നെ പറയുന്ന വാക്കെന്താണെന്നറിയോ? ആയിഷ ഇന്നലിൽ മൗതി സകറാത്ത്, ആയിഷ ഇന്നലിൽ മൗതി അമറാ. ആയിഷ മരണത്തിനെന്തൊരു വേദനയാണ് ആയിഷ, മരണത്തിനെന്തൊരു വേദനയാണ് ആയിഷ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലോകത്തിന്റെ നേതാവ് അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു. ആയിഷ ബീവിയോട് പറയുന്നു, ആയിഷ എന്തൊരു വേദനയാണ് ആയിഷ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് ചിമ്മിക്കൊണ്ടിരിക്കുമ്പോ ഹബീബ് പറയുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അലാ ബിർറഫീഖിൽ അലാ ബിർറഫീഖിൽ അലാ. റസൂലുള്ളാഹിന്റെ കണ്ണ് ചിമ്മിപ്പോയി. റസൂലുള്ളാഹിന്റെ കണ്ണ് പിന്നെ തുറക്കുന്നില്ല. അവിടെ വെച്ച് സഹാബിമാര് ചൊല്ലുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉമ്മമാര് പുറത്തേക്ക് വന്നിട്ട് പറയുന്നു, സഹാബത്തെ ലോകത്തിന്റെ നേതാവ് വിട പറഞ്ഞിരിക്കുന്നു. ഇത് കേൾക്കേണ്ട താമസം പ്രവാചകനെ ജീവനേക്കാൾ സ്നേഹിച്ച സ്വഹാബിമാരില്ലേ, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ചാലിട്ടൊടുക്കുകയാ. പലരും ബോധം കെട്ട് വീണുപോയി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീണുപോയി. ഹബീബായ നബി തങ്ങളുടെ വാചകം നമ്മൾ ഓർമ്മിച്ചു വെക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ജീവിതത്തിൽ എന്ത് വിഷമങ്ങൾ വന്നാലും, ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്റെ മരണത്തെ പറ്റി നീ ചിന്തിച്ചോ. നിന്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളുമില്ലേ, അതൊക്കെ നിസ്സാരമായി പോകുന്നതാ, അതൊക്കെ നിഷ്പ്രഭമായി പോകുന്നതാ. ഈ ഉമ്മത്തിന് ബാധിച്ച ഏറ്റവും വലിയ മുസീബത്ത് ഏതോ, അത് ഹബീബുനാ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. ഈ വഫാത്ത് എങ്ങനെ മുസ്ലിമേ നമുക്ക് ആഘോഷിക്കാൻ കഴിയും? ഈ വഫാത്തിന്റെ ദിവസങ്ങൾ എങ്ങനെ അതിരിട്ട് സന്തോഷിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയും? പ്രവാചകന്റെ സ്വഹാബിമാര് കരഞ്ഞ ദിവസം, മദീന മുനവ്വറയിലെ പള്ളി സങ്കടം കൊണ്ട് കരഞ്ഞ ദിവസമല്ലേ? മദീന മുനവ്വറയിലെ മൺതരികൾ പോലും സങ്കടപ്പെട്ട ദിവസമല്ലേ? ആ ദിവസത്തിൽ പൊന്നു മുസ്ലിമേ എങ്ങനെ റാലി നടത്താൻ പറ്റോ? എങ്ങനെ ചീരണി കഴിക്കാൻ പറ്റോ? എങ്ങനെ പ്രിയപ്പെട്ട മുസ്ലിമേ റോഡ് മുഴുവനും ബ്ലോക്കാക്കിക്കൊണ്ട് ദഫ്മുട്ടി മതിമറന്നാഘോഷിക്കാൻ നമുക്ക് കഴിയും? ഹബീബായ നബി തങ്ങൾ പറഞ്ഞതെന്തോ, എന്റെ മരണമാണ് മുസ്ലിം സമൂഹത്തിന് ബാധിച്ച ഏറ്റവും വലിയ മുസീബത്തെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മുസീബത്ത് ആഘോഷിക്കുക ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം യോജിച്ചതല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹബീബായ റസൂലുള്ളാഹിനെ നമ്മൾ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? റസൂലുള്ള പഠിപ്പിച്ചെന്ന മാർഗവും റസൂലുള്ള പഠിപ്പിച്ചെന്ന ആദർശങ്ങളും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട്
സമയമേറെ വൈകി, അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സ്വതന്ത്രമായി ഈ ദീനിനെ പ്രമാണബദ്ധമായി പഠിക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. അത് പഠിക്കാൻ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഫെബ്രുവരി 13, 14 ദിവസങ്ങളിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന നമ്മുടെ ഖുർആൻ സമ്മേളനത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ സഹോദരങ്ങളെയും സഹൃദയരായ നാട്ടുകാരെയും ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ സംസാരത്തിന്റെ ഇടയിൽ ആരെയെങ്കിലും വേദനപ്പെടുത്തുന്ന, ആരുടെയെങ്കിലും മനസ്സിന് മുറിവേൽക്കുന്ന വല്ല വാക്കുകളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ വ്യക്തിപരമായ തെറ്റ് മാത്രമായി കണ്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഇരുത്തം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഒരു അമലായി അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്നുള്ള രോഗികൾക്ക് അള്ളാഹു ശമനം നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, ആക്സിഡന്റുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ അടുത്ത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഫഹ്മി ഫറാസ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.